അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, നാട്ടുകാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, എനിക്കിന്ന് ലഭിച്ച വിഷയം മതപകർച്ചയല്ല, അത് പ്രകാശമാണ്. നമുക്കറിയാം, ഒരു മതമെന്നുള്ളത് അത് പകർച്ചയല്ല, മതമെന്നുള്ളത് ഒരു പ്രകാശമാണ്. മതമില്ലാത്തവനിക്കുള്ള ഉദാഹരണമാണ് വെള്ളം. വെള്ളത്തിന് നിറമില്ല, വെള്ളത്തിന് ആചാരങ്ങളില്ല, വെള്ളത്തിന് സന്തോഷങ്ങളില്ല, വെള്ളത്തിന് ദുഃഖങ്ങളില്ല, ഒന്നുമില്ല. മതം ഇല്ലാത്തവനും അതുപോലെ തന്നെയാണ്. അവനിക്ക് ആചാരങ്ങളില്ല, അവനിക്ക് സന്തോഷങ്ങളില്ല, അവനിക്ക് നല്ല കാര്യങ്ങളില്ല, അവനെ ഉപദേശിക്കാൻ ഉപദേശകനില്ല. അതുപോലെയാണ് മതമില്ലാത്തവൻ. മതമെന്നുള്ളത് ഒരു മനുഷ്യനിക്കുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഏത് ജനങ്ങളുടെ അടുക്കലാണെങ്കിലും നല്ല സ്വഭാവത്തിലും നല്ല കരുണയിലും നല്ല നീതിയിലും നല്ല ശിക്ഷയിലുമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ മതമില്ലാത്തവനോ, അവന് ദേഷ്യവും അവന് അനാചാരങ്ങളും അവന് വേറെ കുറെ അവന്റെ പുതിയതായ ആചാരങ്ങളും അവൻ കൊണ്ടുവരും. മറിച്ച് മതമുള്ളവൻ അവന്റെ മതത്തിൽ എന്താണോ പഠിപ്പിക്കുന്നത്, അവന്റെ മതത്തിൽ എന്താണോ ആചാരങ്ങളുള്ളത്, അവന്റെ മതത്തിൽ എന്താണോ സ്വഭാവങ്ങളുള്ളത്, അവന്റെ മതത്തിലുള്ള എന്ത് നല്ല സ്വഭാവങ്ങളാണോ, അവന്റെ മതത്തിൽ എന്താണോ കാട്ടിക്കൂട്ടുന്നത്, അത് തന്നെയാണ് മതമുള്ളവൻ ചെയ്യുന്നത്. മതം ഇല്ലാത്തവൻ അവന്റെ ഇഷ്ടത്തിൽ നടക്കും, അവന് തോന്നുന്നത് പോലെ നടക്കും, അവന് തോന്നുന്നത് പോലെ അവന്റെ തൊള്ളയിലൂടെ പറയും, അവന് തോന്നുന്നത് പോലെ അവൻ വലിയവരുടെ മുമ്പിൽ നടക്കും. ഒരു അദബും കാണിക്കൂല, ഒരു കരുണയും അവനുണ്ടാകൂല. അതുപോലെ തന്നെയാണ് മതമില്ലാത്തവൻ. മതം ഉള്ളവൻ എപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ നല്ല സ്വഭാവത്തിലൂടെയും നല്ല നീതിയിലൂടെയുമായിരിക്കും ഇരിക്കുന്നത്. മതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം ഇസ്ലാമാണെന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ, ഇസ്ലാം മതത്തിൽ നാം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനേക്കാളും നല്ലത് വീട്ടിനുള്ളിൽ അടങ്ങി താമസിക്കലാണ്. കാരണം ഇബ്ലീസിന്റെ ശല്യം അതിക്രമിക്കുമെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട്. കാരണം സ്ത്രീ എന്നുള്ളതൊരു വികാരതമായ ഒരു സംഭവമാണ് സ്ത്രീ എന്നുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ പ്രത്യക്ഷനായി വെച്ചിട്ടുണ്ട് ഇസ്ലാം മതം. സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ വെച്ചിട്ടുണ്ട് ഇസ്ലാം മതം. സ്ത്രീകൾക്ക് പ്രത്യേക ഗുണങ്ങളും പ്രത്യേക സ്ത്രീകൾക്ക് പ്രത്യേക കാര്യങ്ങളും ഇസ്ലാം മതം വെച്ചിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ ദുനിയാവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്ന സമയത്ത് സഫാ മർവയ്ക്കിടയിൽ ഇരുന്നിരുന്നു. ആ സമയത്ത് അബൂജഹൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വളരെയധികം മോശമായ കാര്യങ്ങൾ പറഞ്ഞ്, ചീത്ത കാര്യങ്ങൾ പറഞ്ഞ് വളരെയധികം വിഷമിപ്പിച്ചു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. കാരണം ഇസ്ലാം മതം അതാണ്. ഇസ്ലാം മതം ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും നമ്പലപ്പെടുത്താത്ത ഒരു മതമാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.